നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഗതാഗത പരിഷ്കരണം ആശയക്കുഴപ്പത്തിലായി യാത്രക്കാരും ബസ് ജീവനക്കാരും. പരിഷ്കാരം പ്രായോഗികമല്ലെന്ന് ബസ് ഉടമകൾ. ക്രമീകരണം പരീക്ഷണാടിസ്ഥാനത്തിലെന്ന് നഗരസഭാ ചെയർമാൻ. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പിന് പാലക്കാട് ജില്ലയുടെ സ്വീകരണം. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയത്. ഷൊർണൂർ, കാരക്കാട്, ത്രാങ്ങാലി ഭാഗത്തെ നെൽകർഷകർക്ക് ആശ്വാസമായി ഭാരതപ്പുഴയിൽ നിന്നും വെള്ളമെത്തിക്കും. പുഴയിൽ ചാൽ കീറി കൃഷിയിടങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. തകർന്ന അടിയണ പുനർനിർമ്മിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് സ്ഥലം സന്ദർശിച്ച് പി മമ്മിക്കുട്ടി എം.എൽ.എ. മണ്ണാർക്കാട് മേഖലയിൽ വീണ്ടും കുന്നിടിക്കലും പാടം നികത്തലും വ്യാപകം. കൊറ്റശ്ശേരി വില്ലേജിൽ നികത്തിയത് ഏക്കർ കണക്കിന് കൃഷിഭൂമി. കുമരമ്പത്തൂർ വില്ലേജിലും ഭൂമി മണ്ണിട്ട് നികത്തി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മണ്ണാർക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മാറ്റം ആശയക്കുഴപ്പത്തിലായി യാത്രക്കാരും ബസ് ജീവനക്കാരും. ബസ് പിടിക്കാൻ യാത്രക്കാർ നെട്ടോട്ടമോടേണ്ട സ്ഥിതിയാണ്. പരിഷ്കാരം പ്രായോഗികമല്ലെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ക്രമീകരണം എന്നായിരുന്നു നഗരസഭാ ചെയർമാന്റെ പ്രതികരണം. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രം പുതിയ കെട്ടിടത്തിന് മുമ്പിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച മുതൽ ബസ്സുകൾ പുതിയ കെട്ടിടത്തിന്റെ മുമ്പിലൂടെയാണ് തിരിഞ്ഞുവരുന്നത്. പഴയ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടങ്ങൾ പുതിയ കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ യാത്രക്കാർ ഇപ്പോഴും പഴയ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ബസ്സുകൾ എവിടെയാണ് നിർത്തുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലാത്തതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ബസ് സ്റ്റാൻഡിലൂടെ നെട്ടോട്ടം ഓടുകയാണ്. പുതിയ കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുമ്പിലൂടെ ബസ്സുകൾ തിരിഞ്ഞു വരുന്നുണ്ടെങ്കിലും എല്ലാ ബസ്സുകളും അവിടെ നിർത്തുന്നില്ല. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചതെന്ന് ബസ് ഉടമകൾ പറഞ്ഞു. പൊളിച്ചതിനു ശേഷമാണ് പരിഷ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. നിലവിലെ പരിഷ്കാരം പ്രായോഗികമല്ലെന്നാണ് ആദ്യ ദിവസത്തെ അനുഭവം. ട്രാക്ക് വരയ്ക്കാതെയും ആവശ്യമായ ക്രമീകരണം ഒരുക്കാതെയുമുള്ള പരിഷ്കരണം നടപ്പാക്കാൻ സ്റ്റാൻഡിൽ സ്ഥിരം പോലീസുകാരെ നിയമിക്കണം. ബസ് ഉടമകൾക്ക് എല്ലാ ദിവസവും എത്തി ക്രമീകരണം ഒരുക്കാനാവില്ല. ഏതായാലും പരീക്ഷണം വിജയിക്കുമോ എന്ന് നോക്കാമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. പുതിയ കെട്ടിടത്തിന് ഫ്രണ്ടിൽ ഒരു 5 വണ്ടി നിർത്തുകയും പഴയ കെട്ടിടത്തിന് ഒരു 5 വണ്ടികൾ നിർത്തുകയും ഫ്രണ്ടിൽ കൂടെ തന്നെ തിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സംവിധാനം. ആ സംവിധാനമാണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ പോകും. പക്ഷേ അപ്പോൾ മുനിസിപ്പൽ ചെയർമാൻ പറയുന്നത് പിന്നെയും ഡിവൈഡർ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നീക്കും. ഫ്രണ്ടിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ സ്ഥലം ഇല്ലാതാവുകയാണ്. അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലാതെ ഇപ്പം നിലനിൽക്കുന്ന രീതിയിൽ 5 വണ്ടി ഒരു സൈഡിലും 5 വണ്ടി ഒരു സൈഡിലും നിർത്തുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ഫ്രണ്ട് ഇറങ്ങി പോകും. എന്നാൽ ഇത് രണ്ടും നമുക്ക് പരീക്ഷിക്കാം. മുമ്പോട്ട് എങ്ങനെ വരുമോ എന്ന് നോക്കാം. അസൗകര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ നടപ്പാക്കിയ ക്രമീകരണം പരീക്ഷണാടിസ്ഥാനത്തിലാണെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് യാത്രയ്ക്ക് പട്ടാമ്പിയിൽ ഊഷ്മളമായ സ്വീകരണം. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു ജില്ലാതല സ്വീകരണം ഒരുക്കിയത്. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ കോഴിക്കോട് നിന്നും പ്രയാണം ആരംഭിച്ച മലപ്പുറത്തിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയത് പാലക്കാടിന്റെ നെൽവയലുകൾ പൂത്തെളിയുന്ന പാലക്കാടിന്റെ പുണ്യമായ സ്നേഹഭൂമിയായ പാലക്കാടിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനിത് പട്ടാമ്പിന്റെ മണ്ണിലെത്തിച്ചു വരുമ്പോൾ കൊല്ലത്ത് വെച്ച് നടക്കുന്ന 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള യാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം ഒരുക്കിയത്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കോഴിക്കോട് നിന്നുമാണ് ചൊവ്വാഴ്ച രാവിലെ യാത്ര ആരംഭിച്ചത്. ജില്ലാ അതിർത്തിയായ തിരുവേഗപ്പുറ നരിപ്പറമ്പ് സ്കൂളിൽ നിന്നും DDE മനോജ് കുമാർ യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിച്ചു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു യാത്രയ്ക്ക് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വരവേൽപ്പ് നൽകിയത്. തുടർന്ന് നടന്ന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കലോത്സവം എന്നുള്ള നിലക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കുട്ടികളുടെ സ്കൂളിലെ കലോത്സവം. ഏറ്റവും കൂടുതൽ കലാകാരന്മാർ മാറ്റുരക്കുന്ന വളരെ ചിട്ടയോടുകൂടി സ്കൂൾ തലം മുതൽ ഉപജില്ല, റവന്യൂ ജില്ല, അതുപോലെ സംസ്ഥാന തലം വരെ നടക്കുന്ന ഏറ്റവും മികച്ച കലയുടെ ഉത്സവമാണ് നമ്മുടെ കലോത്സവം. വലിയ മത്സരങ്ങൾ മാത്രമല്ല, സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലക്ക് നമ്മുടെ ചെറുപ്പക്കാര് കുട്ടികളുടെ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിന്റെ അടയാളം കൂടിയാണ് സ്കൂൾ കലോത്സവം. അതിന്റെ ട്രോഫി നമുക്കെല്ലാവർക്കും അറിയാം. ഈ സ്വർണ്ണക്കപ്പ് ചരിത്രത്തിന്റെ ഭാഗമാണ്. മഹാകവി വൈലോപ്പിള്ളി അടക്കമുള്ളവരുടെ അടയാളപ്പെടുത്തലോടുള്ള ഏറ്റവും മികച്ച ട്രോഫിയാണ്.
സാക്ഷാൽ സ്വർണ്ണക്കപ്പ് എന്ന് പറഞ്ഞാൽ സ്വർണം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിലപിടിപ്പുള്ള ഒരുപാട് ചരിത്രമുള്ള ട്രോഫിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായി. DDE മനോജ് കുമാർ, AEO കെ സജിത് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ, അധ്യാപകർ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഷൊർണൂർ കാരക്കാട് ത്രാങ്ങാലി ഭാഗത്തെ കർഷകർക്ക് ആശ്വാസമായി MLAയുടെയും നഗരസഭയുടെയും ഇടപെടൽ. പുഴയിൽ ചാൽ കീറി കൃഷിയിടങ്ങളിലേക്ക് പമ്പിംഗ് നടത്തുന്ന നടപടികൾ വേഗത്തിലാക്കി. പി മൊമ്മൻകുട്ടി MLAയുടെയും ഷൊർണൂർ നഗരസഭയുടെയും ഇടപെടലിനെ തുടർന്നാണ് ത്രാങ്ങാലി ഭാരതപ്പുഴയിൽ JCB ഉപയോഗിച്ച് മണൽ മാറ്റി ഗതിമാറി ഒഴുകുന്ന വെള്ളത്തെ പമ്പിംഗ് സൗകര്യത്തിനായി തടഞ്ഞു നിർത്താൻ നടപടികൾ വേഗത്തിലാക്കിയത്. വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കാരക്കാട് ത്രാങ്ങാലി ഭാഗത്തെ 150ഓളം ഏക്കർ രണ്ടാം വിള നെൽകൃഷി പ്രതിസന്ധിയിലായിരുന്നു. ത്രാങ്ങാലി ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിന് സമീപത്താണ് JCB ഉപയോഗിച്ച് ചാൽക്കീറി വെള്ളമെത്തിക്കുന്ന പ്രവൃത്തി നടത്തിയത്. വെള്ളം എത്തിക്കാനുള്ള കനാൽ വൃത്തിയാക്കി കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രവൃത്തികൾ വേഗത്തിലാക്കി. വാണിയംകുളം പഞ്ചായത്ത് ജനകീയ പങ്കാളിത്തത്തോടുകൂടി ജനകീയാസൂത്രണ പദ്ധതി കാലത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ ത്രാങ്ങാലിയിൽ നിർമ്മിച്ച അടിയണ 2018 പ്രളയത്തിൽ തകർന്നതുമൂലം വെള്ളം തടഞ്ഞു നിർത്താൻ സാധിക്കാതെ വന്നതാണ് പ്രശ്നത്തിന് കാരണം. ഇതുമൂലം ജലസേചന വകുപ്പിന് കീഴിലുള്ള ഭാരതപ്പുഴയിലെ ത്രാങ്ങാലി ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിൽ പമ്പിംഗ് ചെയ്യാൻ വെള്ളമില്ലായിരുന്നു. ഈ പ്രശ്നമാണ് പരിഹരിച്ചത്. തകർന്ന അടിയണ പുനർനിർമ്മാണം നടത്തി ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് ശാശ്വത പരിഹാരം കാണാൻ ഇടപെടുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. ആവശ്യമായി വരുന്ന വെള്ളം നിന്നാണ് പമ്പ് ചെയ്ത് പോയത്. അതിനടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് അവർ കൃഷി രൂപപ്പെടുത്തിയത്. പക്ഷേ ഈ ത്രാങ്ങാലിയിൽ നേരത്തെ സംവിധാനത്തിൽപ്പെട്ട അടിയറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വെള്ളം തടഞ്ഞു നിർത്തി കൃഷിക്കാർക്ക് ആവശ്യമായ വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ പിന്നീട് വരില്ല. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകിൽ അന്നത്തെ ഈ അടിയണ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവൃത്തി നടന്ന് അതിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണം. അതുമല്ലെങ്കിൽ ഈ പമ്പ് ഹൗസ് പ്രവർത്തിക്കുന്ന ഈ പ്രദേശത്ത് ഇതിനുവേണ്ടി തന്നെ മെയിനിറിഗേഷൻ്റെ അന്തരീക്ഷത്തിൽ വലിയ കിണർ ഉണ്ടാക്കി വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടാക്കണം. അതിന് ഏതാണ് സാധ്യമാകുന്നത് എന്ന് നോക്കി ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഞങ്ങളൊക്കെ കൂടിയിട്ട് നടത്തും. നേരിട്ട് ഈ സ്ഥലമൊന്നും സംബന്ധിക്കുന്നതിന് ഗൗരവാവസ്ഥ ബോധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ വന്നിട്ടത്. പത്രപ്രചരണ മാധ്യമക്കാരുടെ കൂടി പിന്തുണയും സഹായവും ഇതിനുണ്ടാകണം. ഷൊർണൂർ നഗരസഭയിലെ കാരക്കാട് പാടശേഖര സമിതിയിലേക്കും വാണിയംകുളം പഞ്ചായത്തിലെ ത്രാങ്ങാലി പാടശേഖരത്തിലേക്കും രണ്ടാം വിള നെൽകൃഷിക്ക് ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള ഭാരതപ്പുഴയിലെ ത്രാങ്ങാലി ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിൽ നിന്നാണ് വെള്ളം പമ്പിംഗ് ചെയ്തിരുന്നത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് V ജയപ്രകാശ് ശങ്കർ, സെക്രട്ടറി C ബിജു എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മണ്ണാർക്കാട് മേഖലയിൽ കുന്നിടിക്കലും പാടം നികത്തലും തകൃതിയായി നടക്കുകയാണ്. വൻ കുന്നുകളിടിച്ച് ഏക്കർ കണക്കിന് ഭൂമിയാണ് നികത്തുന്നത്. സർക്കാർ അനുമതിയോടെ എന്നാണ് വിശദീകരണം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മണ്ണാർക്കാട് മണ്ണ് മാഫിയ സജീവമാവുകയാണ്. 3 വിള കൃഷിയെടുത്തിരുന്ന ഏക്കർ കണക്കിന് ഭൂമിയാണ് പൊറ്റശ്ശേരി വില്ലേജിൽ നികത്തിയത്. വാണിജ്യാടിസ്ഥാനത്തിൽ ഭൂമി നികത്തുന്നതിന് സർക്കാരിന്റെ അനുമതിയുണ്ടെന്നാണ് ഭൂവുടമയും റവന്യൂ അധികൃതരും പറയുന്നത്. നികത്തുന്ന ഭൂമിയുടെ സമീപത്തെ കരഭൂമിയുടെ ഫെയർ വാല്യൂവിന്റെ നിശ്ചിത ശതമാനം സർക്കാരിലേക്ക് അടച്ച് KLU സമ്പാദിച്ചാണ് ഭൂമി നികത്തുന്നത്. കുമരംപുത്തൂർ വില്ലേജിൽ ഏക്കർ കണക്കിന് ഭൂമി മണ്ണിട്ട് നികത്തി. കുന്നിടിക്കലും തുടരുന്നു. റവന്യൂ വകുപ്പിൽ അന്വേഷിക്കുമ്പോൾ അവർക്ക് അനുമതിയുണ്ടെന്ന മറുപടിയാണ് ലഭിക്കുന്നത്. സാധാരണക്കാർക്ക് 5 സെന്റ് വീട് വയ്ക്കാൻ KLU ലഭിക്കാൻ കടമ്പകൾ ഏറെ കടക്കണമെന്നിരിക്കെയാണ് വൻകിടക്കാർക്ക് അനായാസം അനുമതി ലഭിക്കുന്നത്. എന്ത് അനുമതിയുടെ പേരിലായാലും ഓരോ പ്രദേശത്തെയും ജലസ്രോതസ്സുകളാണ് അനുദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ നാട്യമംഗലത്ത് K സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുലുക്കല്ലൂർ നാട്യമംഗലം 59 നമ്പർ റേഷൻ കടയിലാണ് K സ്റ്റോർ പദ്ധതി നടപ്പാക്കുന്നത്. റേഷൻ കടകളിലൂടെ കൂടുതൽ സേവനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്ത് K സ്റ്റോർ പദ്ധതി നടപ്പാക്കി വരുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ കൂടി ലഭ്യമാക്കുകയാണ് K സ്റ്റോറിലൂടെ. നാട്യമംഗലത്ത് ആരംഭിച്ച K സ്റ്റോർ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. പല കാര്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് K സ്റ്റോർ. മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, റേഷൻ കടകൾ ഇപ്പോൾ നിലവിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ
ഘട്ടം ഘട്ടമായി കുറഞ്ഞു വരിക. പ്രത്യേകിച്ച് ഇപ്പം മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല ഉൽപ്പന്നങ്ങളും വളരെ പിന്നോക്കം നിൽക്കുന്ന മുൻഗണനാ കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും അത് തന്നെ വളരെ പരിമിതമായ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ റേഷൻ കടകൾ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് സ്റ്റാറ്റ്യൂട്ടറി റേഷൻ നിലനിന്നിരുന്ന കാലത്ത് റേഷൻ കടകൾ വളരെ പ്രധാനമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ പട്ടിണിയും ഭക്ഷ്യലഭ്യത അതിൻ്റെ ഒരു ദൗർബല്യം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്ത് റേഷൻ കടകൾ ഏറ്റവും പ്രധാനമായിരുന്നു. ഒരു കാലത്ത് അരിയും നെല്ലുമൊക്കെ അരിയൊക്കെ കള്ളക്കടത്ത് ചെയ്യുന്ന കാലമുണ്ടെന്ന് ഇവിടെയുള്ള കാരണവന്മാർക്കറിയാം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസാഖ് അധ്യക്ഷനായി. താലൂക്ക് സപ്ലൈ ഓഫീസർ T ഷീജ, ജസീല, അമുറിനീസ, S സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെസ് കളിയിൽ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെ പെരിന്തൽമണ്ണയിൽ ജൂനിയർ ചെസ് മീറ്റ് സംഘടിപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 100-ലധികം കുട്ടികൾ ചെസ് ടൂർണമെന്റിൽ പങ്കെടുത്തു. ചെസ് ഗേറ്റ് ദി സ്കൂൾ ഓഫ് ചെസ് മലപ്പുറവുമായി സഹകരിച്ചാണ് ജൂനിയർ ചെസ് മീറ്റ് 2024 പെരിന്തൽമണ്ണയിൽ നടന്നത്. ചെസ് ടൂർണമെന്റ് IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. മുൻ മലപ്പുറം ജില്ലാ ചാമ്പ്യൻ KP ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷമീർ ബാബു, P ബിജു, E ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. IMA ഗസ്റ്റ് ഹൗസിലാണ് ചെസ് ടൂർണമെന്റ് നടന്നത്. അണ്ടർ 10, അണ്ടർ 12, അണ്ടർ 14, അണ്ടർ 16 വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മത്സരങ്ങൾ നടന്നു. കുട്ടികൾക്ക് ചെസ് കളിയിലും മത്സരങ്ങളിലും കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. ഇന്ന് 3 ജില്ലകളിൽ നിന്നായി 100ഓളം കുട്ടികൾ ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. തുടർന്നും എല്ലാ മാസങ്ങളിലും നമ്മളിതുപോലെ കുട്ടികൾക്ക് വേണ്ടി മത്സരം, അവർക്ക് കാര്യമായി നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജില്ലയിൽ താരതമ്യേന മത്സരിക്കാനുള്ള അവസരങ്ങൾ കുറവാണ്. ആ അവസരങ്ങൾ കുറവിനെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മത്സരങ്ങൾ ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനോട് എല്ലാ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 100-ലധികം കുട്ടികൾ ചെസ് ടൂർണമെന്റിൽ പങ്കെടുത്തു. 1, 2, 3, 4 സ്ഥാനങ്ങൾ നേടിയവർക്ക് പ്രൈസ് മണിയും ട്രോഫികളും സമ്മാനിച്ചു. വാണിയംകുളം ചെറുകാട്ടുപുല്ലത്ത് സപ്തമാതാ മന്ദിരത്തിൽ കുടുംബസംഗമവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു. രക്ഷാധികാരി ഡോക്ടർ സരോജിനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം ചെറുകാട്ടുപുലത്തെ സപ്തമാതാ മന്ദിരത്തിലാണ് കുടുംബസംഗമവും സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചത്. രക്ഷാധികാരി ഡോക്ടർ സരോജിനി ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആശാദേവി അധ്യക്ഷയായി. മോഹൻജി തിരുവല്ലം മുഖ്യപ്രഭാഷണം നടത്തി. ചൈതന്യത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണ കർമ്മങ്ങൾ ചെയ്യുന്നതായ മാതാവിനെ പകുതി കാലം കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാര് കർമ്മബോധം വിട്ടിട്ട് മറന്നിട്ട് അവരെ നോക്കാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥ. പണ്ട് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 4, 5, 6 തലമുറ വളർന്നുകൂടിയ അമ്മ ഉണ്ടാവും. വളർന്നൊരു അമ്മ അവിടെ കാണും. അകപ്പാടെ ഒരു ഒറ്റത്തോർത്ത് കൊടുത്തിട്ട് അങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വലിയ സംസ്കാരം നമ്മളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ആ സംസ്കാരം നമ്മുടെ ആധുനിക സമൂഹത്തിന് യോജിക്കാത്തതുകൊണ്ട് ഇവരെ എവിടെ കൊണ്ട് തള്ളും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ചിന്തിക്കുന്നൊരു സംഭവം നമ്മുടെ ചുറ്റും വളരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓരോ വ്യക്തികളും അവരവരുടെ കുടുംബത്തിൽ അനുഷ്ഠിച്ച് അതിന് മാറ്റം വരുത്തി. ചായ പിന്നെ കൊടുക്കാം മക്കളെ, ചായ പിന്നെ കൊടുക്കാം, ചായ പിന്നെ. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം വളർന്നു വരുന്നത് കൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. സെക്രട്ടറി മണികണ്ഠൻ, ഹരിദാസ്, കമ്മിറ്റി അംഗങ്ങളായ ഷിജി, ശ്രീജ, മുരളി, രജനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. குங்குமத்தில் கரைச்சவளே நெஞ்சு மஞ்சத்தை குளிக்கையில் என்ன கொஞ்சம் பூசித்தாயே பூங்கொலுசுக்கு மணியாக என்ன கொஞ்சம் மாலை
ഷൊർണൂർ കാരക്കാട് 3667 NSS കരയോഗം മന്നത്ത് പത്മനാഭൻ 147ാമത് മന്നം ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. കരയോഗ മന്ദിരം സെക്രട്ടറി സി ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. രാവിലെ കരയോഗ മന്ദിരത്തിൽ പ്രാർത്ഥന, ആചാര്യ അനുസ്മരണം, പുഷ്പാർച്ചന എന്നിവയുണ്ടായി. അസിസ്റ്റന്റ് സെക്രട്ടറി AK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സി വിനോദ്, പി പ്രസാദ്, ബാലസമാജം സെക്രട്ടറി K അർജുൻ, ആദിത്യൻ, ഉജിത്, അക്ഷയ്, വൈഗ, ആദർശ്, ആർദ്ര, അനൂപ്, അഞ്ജന, മനോജ് ആര്യത്ത്, വനിതാ സമാജം സെക്രട്ടറി പ്രഭാലക്ഷ്മി എന്നിവർ സംസാരിച്ചു. 147ാമത് മന്നം ജയന്തി BJP കടമ്പഴിപ്പുറം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭദ്രദീപം കൊളുത്തിയും പുഷ്പാർച്ചന നടത്തിയും ആഘോഷിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ, ഏരിയ പ്രസിഡന്റ് രവി കമ്പപ്പറമ്പിൽ, NSS കരയോഗം താലൂക്ക് ഭാരവാഹികളായ പുരുഷോത്തമൻ, ശിവദാസൻ, BJP പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സന്തോഷ്, പ്രസാദ് K സൂരജ് എന്നിവരും പങ്കെടുത്തിരുന്നു. എടത്തനാട്ടുകര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ഫണ്ട് സമാഹരണത്തിൽ കൈകോർത്ത് കുണ്ടലക്കാട് സൗവർണിക കൂട്ടായ്മയും കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ തുക നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുണ്ടലക്കാട് സൗവർണിക കൂട്ടായ്മയും കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും ജനുവരി 15-ന് പാലിയേറ്റീവ് ദിനം വരെയാണ് 100 രൂപ ചലഞ്ച് നടത്തുന്നത്. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും ഒപ്പം ചലഞ്ചിന് വേണ്ടി എടുത്ത അക്കൗണ്ട് നമ്പറും സ്കാനറും ജനങ്ങളിലേക്ക് എത്തിച്ചാണ് ധനസമാഹരണം നടത്തുന്നത്. NSS ക്യാമ്പിലെ വിദ്യാർത്ഥികളും സൗവർണിക കൂട്ടായ്മ അംഗങ്ങളും ധനസമാഹരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. തിരുവിഴാംകുന്ന് CPAUP സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം തുക കൈമാറി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ നിർവഹിച്ചു. വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് ഏറ്റവും ഒരു എനർജിക് ആയിട്ടുള്ള ഒരു പ്രദേശത്തിനെ മാറ്റിമറിക്കാൻ ഉതകുന്ന ഏറ്റവും നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും നല്ലൊരു തുടക്കം തന്നെയാണ് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. കാരണം NSS എന്ന് പറയുമ്പോൾ നാഷണൽ സോഷ്യൽ സർവീസ് അല്ലേ, അതായത് സമൂഹത്തിനോട് നിങ്ങൾക്കൊരു ആപ്തവാക്യമുണ്ടല്ലേ, എന്താണ്? സൗവർണിക പ്രസിഡന്റ് മുഹമ്മദ് അലി പറമ്പത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി, കോട്ടപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ MP സാദിഖ്, കൂട്ടായ്മ രക്ഷാധികാരികളായ A ഹസൈനാർ, സജി ജനത, സെക്രട്ടറി PM മുസ്തഫ, ഹമീദ് കൊമ്പത്ത്, P ഗോപി, നാസർ പുറ്റാനിക്കാട്, C രാജൻ, പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര, NSS പ്രോഗ്രാം ഓഫീസർ N ഹബീബ് റഹ്മാൻ, TM അയ്യപ്പദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 15-ന് കോട്ടപ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ തുക പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് കൈമാറും. നെഹ്റു യുവകേന്ദ്രയുടെ സോണൽ ഡയറക്ടറും മികച്ച സംഘാടകനും സാമൂഹ്യക്ഷേമ പ്രവർത്തകനുമായിരുന്ന പ്രൊഫസർ തയ്യിൽ ഹംസയെ പെരിന്തൽമണ്ണയിൽ അനുസ്മരിച്ചു. തയ്യിൽ ഫാമിലി ഓർഗനൈസേഷനാണ് അനുസ്മരണ പരിപാടി ഒരുക്കിയത്. തയ്യിൽ ഫാമിലി ഓർഗനൈസേഷൻ പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റിയാണ് ഡോക്ടർ തയ്യിൽ ഹംസ അനുസ്മരണം സംഘടിപ്പിച്ചത്. നെഹ്റു യുവകേന്ദ്രയുടെ കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സോണൽ ഡയറക്ടറായിരുന്നു മങ്കട സ്വദേശിയായ ഹംസ തയ്യിൽ. മികച്ച സാമൂഹ്യ പ്രവർത്തകൻ, സംഘാടകൻ, അധ്യാപകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വ്യാപരിച്ചു. 1999 ഡിസംബർ 28-നാണ് ഡോക്ടർ ഹംസ തയ്യിൽ വിടവാങ്ങിയത്. 22ാമത് അനുസ്മരണമാണ് പെരിന്തൽമണ്ണയിൽ നടന്നത്. ഹംസാക്ക 54-ാം വയസ്സിൽ മരിക്കുമ്പോൾ 52 കൊല്ലത്തെ ബന്ധങ്ങൾ, കളിയും തമാശയും ഫുട്ബോളും ഓടി നടന്ന കാര്യങ്ങളെല്ലാം, അതേസമയത്ത് തന്നെ ഒരു ഗവൺമെൻറ് സർവൻ്റ് എന്നുള്ള നിലക്ക് 101% ഡെഡിക്കേഷൻ, ആ പ്രൊഫഷനോടുള്ള ഡെഡിക്കേഷൻ അദ്ദേഹത്തിന് എനിക്ക് പലപ്പോഴും അദ്ദേഹം മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് ഡോക്ടർ എന്നുള്ള നിലക്കും അതേപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടർ എന്ന നിലക്കും എനിക്ക് പലപ്പോഴും ഒരു ഇൻസ്പിറേഷനായിട്ടുണ്ട്. അദ്ദേഹം തന്ന വഴികാട്ടിൽ അദ്ദേഹത്തിനോട് ഒരിക്കൽ പറഞ്ഞു, നീ ഒരു ദിവസം എത്ര പേഷ്യൻ്റ് നോക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ 220 പേഷ്യൻ്റ്, അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, 250 പേരെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ 250 പേരെ നോക്കുന്നതിലപ്പുറം നീ വീടുകളിൽ ചെന്ന് എത്ര പേരെ കാണാറുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് അവശരായി കിടക്കുന്ന ആൾക്കാർ ഹോം കെയർ കൊടുക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? അവിടെ ചെന്ന് അതെത്ര പേര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് അന്വേഷിച്ചിട്ട് നമ്മുടെ ബാധ്യതയാണ് അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് എന്നുള്ളത്
അദ്ദേഹം ആ മെസ്സേജാണ് എന്നെ പഠിപ്പിച്ചത്. അനുസ്മരണ ചടങ്ങിൽ തയ്യൽ ഫാമിലി ഓർഗനൈസേഷൻ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. കുഞ്ഞാലി ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ ജനറൽ സെക്രട്ടറി സക്കീർ തയ്യിൽ, ബാപ്പുട്ടി ഹാജി, നാണി കാച്ചിനിക്കാട്, റഷീദ് കാച്ചിനിക്കാട്, കുഞ്ഞുട്ടി മാഷ്, ഡോക്ടർ അബൂബക്കർ തയ്യിൽ, നാസർ മീനാർകുഴി തുടങ്ങിയവർ സംസാരിച്ചു. ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മളെല്ലാം മരിക്കും, മരണം സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം തേടുക എന്നുള്ളതാണ് വലിയ കാര്യം. അതെൻ്റെ അംസാക്ക നേടി എന്നുള്ളത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗ്യമാണ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. അലനല്ലൂർ കണ്ണംകുണ്ട് റോഡ് വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മുതിർന്ന വ്യാപാരികളായ അരമന വേണുഗോപാൽ, കെ മൊയ്തുട്ടി എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. UK ശിവദാസൻ അധ്യക്ഷനായിരുന്നു. ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബനിയാസ് ഹസൻ ഹാജി, C സുരേഷ് കുമാർ, അൻസാർ ബാബു മൂത്തേടത്ത്, K ബാലചന്ദ്രൻ, നൌഷാദ് തങ്കായത്തിൽ, P മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. KPSTA മണ്ണാർക്കാട് ഉപജില്ലാ അധ്യാപക കലോത്സവം അരയങ്ങോട് യൂണിറ്റി സ്കൂളിൽ സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് ഉദ്ഘാടനം നിർവഹിച്ചു. നൌഷാദ് ബാബു തച്ചമ്പാറ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ അരിയൂർ രാമകൃഷ്ണൻ, A മുഹമ്മദ് അലി, ഡോക്ടർ NV ജയരാജൻ, അബ്ബാസ്, G രാജലക്ഷ്മി, ഷിജി എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ 37 വർഷത്തെ സേവനത്തിന് അംഗീകാരം. NTC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ മജീദിനെ തേടിയെത്തിയത് ഡോക്ടറേറ്റും വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ മെമ്പർഷിപ്പും. 37 വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് NTC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ NTC മജീദ്. ഈ കാലയളവിൽ 30,000-ഓളം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ജോലി നേടിക്കൊടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തോടൊപ്പമാണ് വിവിധ അംഗീകാരങ്ങളും NTCയെ തേടിയെത്തിയത്. 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കണക്കിലെടുത്താണ് ഡോക്ടർ NTC മജീദ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സോഷ്യൽ വർക്കിൽ ഡോക്ടറേറ്റിനും വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷനിൽ മെമ്പർഷിപ്പിനും അർഹനായത്. ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി തിരിച്ചെത്തിയ ഡോക്ടർ NTC മജീദിന് പെരിന്തൽമണ്ണയിലും പട്ടാമ്പിയിലും NTC ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന സ്വീകരണ ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാരായ പച്ചേരി ഫാറൂഖ്, MM സക്കീർ ഹുസൈൻ, NTC വൈസ് പ്രിൻസിപ്പൽ അനൂസ് ഉർവാൻ, കമ്പ്യൂട്ടർ HOD സജീവ് കുമാർ തുടങ്ങിയവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളോടൊപ്പം മധുരം പങ്കിട്ടാണ് ഡോക്ടർ NTC മജീദ് സന്തോഷം പങ്കുവച്ചത്. 37 വർഷത്തെ പ്രവർത്തന കാലയളവിൽ 30,000-ഓളം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി സ്വദേശത്തും വിദേശത്തുമായി ജോലി നേടിയെടുക്കാൻ തന്റെ സ്ഥാപനത്തിന് സാധിച്ചുവെന്നും അതിന്റെ അംഗീകാരമായി ലഭിച്ച പുരസ്കാരങ്ങളിൽ ഏറെ സന്തോഷവാനാണ് താനെന്നും ഡോക്ടർ NTC മജീദ് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ 37 വർഷത്തെ സുദീർഘമായ സേവനത്തിനാണ് എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ളത്. ഓരോ വർഷവും ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് സ്വദേശത്തും വിദേശത്തുമായി തൊഴിൽ നൽകുക എന്നുള്ളതാണ് NTCയുടെ പ്രത്യേകത. 37 വർഷത്തിനിടക്ക് ഏകദേശം ഒരു 30,000 വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് നൽകുകയും അതിൽ ഒരു 28,000 വിദ്യാർത്ഥികൾക്ക് ജോലിയും നൽകാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് ഡോക്ടറേറ്റ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടറേറ്റിന് പുറമെ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ മെമ്പർഷിപ്പും കൂടി ഡൽഹിയിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ വെച്ചുകൊണ്ട് എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ സന്തോഷം കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ, AC എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകൾക്ക് പുറമെ ഗവൺമെൻറ് അംഗീകൃത സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ കോഴ്സുകളും NTCയിൽ നൽകി വരുന്നുണ്ട്. പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് മലപ്പുറം, ചെർപ്പളശ്ശേരി, പട്ടാമ്പി, പരപ്പനങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഗതാഗത പരിഷ്കരണം
ആശയക്കുഴപ്പത്തിലായി യാത്രക്കാരും ബസ് ജീവനക്കാരും. പരിഷ്കാരം പ്രായോഗികമല്ലെന്ന് ബസ് ഉടമകൾ. ക്രമീകരണം പരീക്ഷണാടിസ്ഥാനത്തിലെന്ന് നഗരസഭാ ചെയർമാൻ. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പിന് പാലക്കാട് ജില്ലയുടെ സ്വീകരണം. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് സ്വർണ്ണക്കപ്പ് വഹിച്ചുള്ള യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കിയത്. ഷൊർണൂർ, കാരക്കാട്, ത്രാങ്ങാലി ഭാഗത്തെ നെൽകർഷകർക്ക് ആശ്വാസമായി ഭാരതപ്പുഴയിൽ നിന്നും വെള്ളമെത്തിക്കും. പുഴയിൽ ചാൽ കീറി കൃഷിയിടങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. തകർന്ന അടിയണ പുനർനിർമ്മിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് സ്ഥലം സന്ദർശിച്ച് പി മമ്മിക്കുട്ടി എം.എൽ.എ. മണ്ണാർക്കാട് മേഖലയിൽ വീണ്ടും കുന്നിടിക്കലും പാടം നികത്തലും വ്യാപകം. പൊറ്റശ്ശേരി വില്ലേജിൽ നികത്തിയത് ഏക്കർ കണക്കിന് കൃഷിഭൂമി. കുമരമ്പത്തൂർ വില്ലേജിലും ഭൂമി മണ്ണിട്ട് നികത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.